എന്താ ലാവി ഒരു സൈഡ് ചെരിഞ്ഞിട്ടൊക്കെ? ആ ലാലേട്ടനെ പറഞ്ഞാണ്ടല്ലോ. ആ വേണ്ട വേണ്ട. നീ ലാലേട്ടൻ ഫാനാണോ? ആണോ? അങ്ങനെ രാവിലെ തൊട്ടുള്ള കാത്തിരിപ്പിന് വിരാമം ഗൈസ്. നമ്മുടെ രോഹിത് എത്തിയിട്ടുണ്ട്. രോഹിത്തിന്റെ പുതിയ മുഖം. പുതിയ മുഖം. അപ്പൊ ഈ ലുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലാതുള്ളത് കമന്റ് ചെയ്യുക. അല്ലെ ഞങ്ങളൊന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വരാ കേട്ടോ. മാഷേ ചായ വേണോ? മാഷേ വേണോ? എനിക്ക് ചായ കുടിക്കാൻ പറ്റൂല. ഞാൻ ചായ കുടിച്ചിട്ട് ഓടി വരാം കേട്ടോ. ചായ ഉണ്ടാക്കാൻ പോയപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ്. രോഹിത്തിന് ഇന്ന് ചായ ഉണ്ടാക്കണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ആദ്യമായിട്ടാണ് രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് ചായ കിട്ടാൻ പോകുന്നത്. സംഭവം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ വക പഞ്ചസാരയും തേങ്ങയും ഇട്ടിട്ടുള്ള കുഴക്കട്ടിയും രണ്ടും കൂടി ആയപ്പം വൈകുന്നേരത്തെ ഭക്ഷണം കുശാലായി. അത് കഴിഞ്ഞ് ലിയോ ലാവിയുടെ കൂടെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ ഇരുന്നു. ഞങ്ങളിങ്ങനെ കഥ പറയും, ലാവി ഇങ്ങനെ ലിയോനെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇത് പതിവുള്ള ഏർപ്പാടാണ്. പക്ഷേ ഞങ്ങളുടെ കഥ ഇങ്ങനെ മൂർധന്യാവസ്ഥയിലോട്ട് എത്തുമ്പം ലാവിക്കൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതേപോലെ അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ചർച്ചയിൽ പൊട്ടിമുളച്ച സംഭവമാണ് രാത്രി ഒലയിൽ പോവാന്നുള്ളത്. അവിടെ പോയിട്ടൊരു ഹെയർ കട്ട്. സത്യം പറഞ്ഞാൽ എനിക്കല്ലായിരുന്നു ഹെയർ കട്ട്, രോഹിത്തിനായിരുന്നു. പക്ഷേ രോഹിത്ത് ഹെയർ കട്ട് ചെയ്യുന്നത് കണ്ടപ്പം എൻ്റെ മുഖം കടന്നൽ കുത്തിയ പോലെ ഉണ്ടായിരുന്നു എന്നാണ് രോഹിത്ത് പറയുന്നത്. കാരണം എനിക്കിങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ ആർക്കും ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് താല്പര്യമില്ല. അതുകൊണ്ട് അവസാനം എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് രോഹിത്ത് സമ്മതിച്ചു കുറച്ച് ഹെയർ കട്ട് ചെയ്തോളാൻ. അങ്ങനെ ഞാൻ ഹെയറൊക്കെ കട്ട് ചെയ്തു. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു ചേഞ്ചൊക്കെ വേണ്ടതെന്ന് കരുതി ഫ്രണ്ടിൽ കുറച്ച് ബാങ്ക്സും കൂടി വെച്ചപ്പം ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെയും രോഹിത്തിൻ്റെയും അമ്മയുടെയൊക്കെ ഹെയർ ആൻഡ് സ്കിന്നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പോയി ചെയ്യുന്നത് ഒലയിലാണ്. ഉണ്ണിയാണ് ഹെയറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ കൊച്ചിയിലുള്ള ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് സലോൺ തപ്പി നടക്കുകയാണോ, ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യും ഒലെ യൂണിസെക്സ് ബ്യൂട്ടി സലോൺ. കാരണം നല്ല സർവീസാണ്, നല്ല ആംബിയൻസ് ആണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ അടിപൊളിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു തരും. അപ്പോൾ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.